അങ്ങനെ നിർത്തിയെടുത്തുനിന്ന് കഥ വീണ്ടും തുടങ്ങാം. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടൻറ്റ് ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ സൈഡ് കണ്ടൻറ്റ് ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് കറക്റ്റ് തന്നെയാണ്. പക്ഷേ അതിൽ നമ്മൾ പറയുന്നുണ്ട് എക്സെപ്റ്റ് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അതായത് ആ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ അനുസരിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്തിട്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വയലേറ്റ് ചെയ്യാം, ഈ റൈറ്റ് ടു ലൈഫും ഡിഗ്നിറ്റിയും ഒക്കെ വയലേറ്റ് ചെയ്യാമെന്ന് ആർട്ടിക്കിൾ 21 തന്നെ പറയുന്നു. സോ ഇഫ് അവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ പാസ്പോർട്ട് അതോറിറ്റീൻ്റെ ഉമ്മർത്ത് വന്ന് കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം ഒരു ഹിയറിംഗ് നടത്താമെന്നാണ് പറഞ്ഞത്. അല്ലാതെ അവർക്കിപ്പോൾ ഒരു നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് അതിൽ റീസൺ മെൻഷനും ചെയ്യണമെന്ന് ഒരു ലോയിലും പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഇവിടെ ആർട്ടിക്കിൾ 21 വയലേറ്റ് ആവുന്നില്ല എന്നുമാണ് ആ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് സൈഡ് കണ്ടൻഷൻ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അവർ കൊണ്ടുവന്നൊരു കേസ്, അവർ ഹൈലൈറ്റ് ചെയ്തൊരു കേസാണ് AK ഗോപാലിൻ്റെ കേസ്. അതിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് നിലനിൽക്കാനുള്ള ഒരു അവകാശം മാത്രമാണെന്നും അത് അതിൽ കൂടുതൽ വളരുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞതും സുപ്രീം കോടതി തന്നെയാണ് എന്നാണ് അവരുടെ കണ്ടൻഷൻസ് കൊണ്ടത്. അങ്ങനെ ഈ കണ്ടൻഷൻസ് എല്ലാം കേട്ടതിന് ശേഷം സുപ്രീം കോടതിൻ്റെ 7 അംഗ ബെഞ്ച് യുനാനിമസ് ആയിട്ട്, അതായത് എല്ലാവർക്കും ഒരേ ഒപ്പീനിയനോട് കൂടി അവർ തീരുമാനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14ഉം 19ഉമായിട്ടും ഇൻ്റർ കണക്റ്റഡ് ആണ് എന്ന് മാത്രമല്ല, ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് ആൾക്കാരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ലാമെന്നും അത് ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണമെന്നും ആ ജഡ്ജ്മെൻറ്റിൽ വന്നു. അങ്ങനെ 1978 ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്ന ദിവസം മുതൽ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14ഉം 19ഉമായിട്ടും ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് വന്നു. അതുപോലെ സത്വന്ത് സിംഗ് കേസിൽ കണ്ടന്റ് ചെയ്തിരുന്ന റൈറ്റ് ടു ട്രാവൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ മേൻകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റായി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ലാൻഡ്സ്കേപ്പിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റായി മാറിയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ കേസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.